ഒരു മലയാളി പെൺകുട്ടിയുടെ വലിയ സ്വപ്നങ്ങൾ ഉസ്ബെക്കിസ്ഥാന്റെ മണ്ണിൽ ചോരയിൽ മുങ്ങി ഒടുങ്ങിയപ്പോൾ കേരളം കേട്ടത് അന്താരാഷ്ട്ര തലത്തിൽ നെയ്യപ്പെടുന്ന ഒരു വലിയ ചതിക്കുഴിയുടെ കഥയാണ്. ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വൻ ബിസിനസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സബരിയ ബസന്ത് കൊലപാതക കേസ്. കാൽവിരൽ തുമ്പ് മുതൽ തലമുടി വരെ ഒരിഞ്ച് സ്ഥലം ബാക്കി വെക്കാതെ തല്ലിച്ചതച്ച നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതശരീരം. മതം മാറാൻ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഈ ക്രൂരത എന്ന് പെൺകുട്ടിയുടെ കുടുംബം ഉറപ്പിച്ച് പറയുമ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ അഡ്മിഷൻ മാഫിയയും മതപരിവർത്തന ലോബിയും ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ക്രൂരതയേക്കാൾ നമ്മൾ ഭയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടത് മറ്റൊന്നാണ്. ഈ കേസിൽ തെളിവുകൾ സഹിതം വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മുഖ്യധാര മാധ്യമങ്ങളും പുലർത്തുന്ന ആ അജ്ഞാതമായ മൗനം എന്തുകൊണ്ടാണ് പലരും ഈ വിഷയം തൊട്ടാൻ പോലും ഭയപ്പെടുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ ദുരൂഹത എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ പോയ വിദ്യാർത്ഥിനിയായിരുന്നു സബരിയ ബസന്ത്. എന്നാൽ അവിടെ വെച്ച് ആ കുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. രാമനാട്ടുകര സ്വദേശിയായ സനറുൽ അനം എന്ന പ്രതിയാണ് കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ കുട്ടിയുടെ ശരീരത്തിൽ തല്ലിച്ചതയ്ക്കാത്ത ഒരിടം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ്. ചോര കല്ലിച്ച പാടുകളോടെയാണ് ആ ശരീരം നാട്ടിലെത്തിച്ചത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം അതീവ ഗുരുതരമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരേ ഹോസ്റ്റൽ കെട്ടിടത്തിൽ താമസിക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ. ആ പെൺകുട്ടിയെ നിരന്തരം മതപരിവർത്തനത്തിന് വേണ്ടി പ്രതി നിർബന്ധിച്ചിരുന്നുവെന്നും അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുമാണ് കുടുംബം പറയുന്നത്. ഇവിടെയാണ് കേസിൻ്റെ ആദ്യത്തെ ദുരൂഹത ആരംഭിക്കുന്നത്. പ്രതിയുടെ അമ്മ നാട്ടിൽ ഒരു അധ്യാപികയാണ്. അവർ ഈ പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നതായിട്ട് വിവരമുണ്ട്. കൊലപാതകത്തിന് ശേഷം ഈ കുട്ടിയുടെ ഫോൺ മാത്രം യൂണിവേഴ്സിറ്റി അധികൃതർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് ആവശ്യമായി ബാക്കി എല്ലാ വസ്തുക്കളും ഡെഡ് ബോഡിക്കൊപ്പം നാട്ടിലേക്ക് അയച്ചിട്ടും ഫോൺ മാത്രം എന്തുകൊണ്ട് അവിടെ പൂഴ്ത്തി വെച്ചു? എന്തുകൊണ്ട് അവർ അയക്കുന്നില്ല? ആ ഫോണിലെ നിർണായക തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനും ശ്രമം നടക്കുന്നുണ്ടോ എന്ന ന്യായമായ സംശയം ഇവിടെ ഉയരുന്നുണ്ട്. ഈ കേസിൽ ആരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങളും രേഖകളും വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് ഹിന്ദു ഐക്യവേദി നേതാവായ ശശികല ടീച്ചറാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും മുക്കിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് അവർ ഈ ഡാറ്റകൾ പുറത്തുവിട്ടത്. അവർ ഉയർത്തിക്കാട്ടിയത് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിച്ചൊരു പരസ്യമാണ്. പരസ്യത്തിലെ വാചകം ഇതായിരുന്നു: ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. ഇതിൽ ഒന്നാമത്തെ സ്ഥാപനമായി കൊടുത്തിരിക്കുന്നത് ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഉസ്ബെക്കിസ്ഥാനിലാണ് ഇതുള്ളത്. ഈ പരസ്യം നൽകിയിരിക്കുന്നത് കോട്ടയ്ക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILM ഇനീഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിസിൻ എന്ന ഏജൻസിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഏജൻസിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയാണ് കുട്ടികളെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് യുക്തിപരമായ ചോദ്യം ഉയരുന്നത്. കേരളത്തിൽ സ്വന്തം കുടുംബത്തിലെ കല്യാണങ്ങളിൽ പോലും ആണിനും പെണ്ണിനും വെവ്വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഇസ്ലാമിക ചുറ്റുപാടുള്ള നേതാക്കൾ എങ്ങനെയാ വിദേശത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്ന സംവിധാനത്തെ ഇസ്ലാമിക അന്തരീക്ഷം എന്ന് പറഞ്ഞ് പരസ്യം നൽകുന്നത്? ധാർമ്മിക ചുറ്റുപാടാണെന്നും പറഞ്ഞ് പരസ്യം നൽകിയ ശേഷം അവിടെ ഇത്തരം ക്രൂരതകളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഏജൻസിയും അതിൻ്റെ ഭാരവാഹികളും മൗനം പാലിക്കുന്നു? നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ചില ഓൺലൈൻ ഗ്രൂപ്പുകളും സുഡാപ്പികളും ഒക്കെ രംഗത്തെത്താറുണ്ട്. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ. എന്തുകൊണ്ട് ഇവിടുത്തെ മാപ്പുകൾ മിണ്ടുന്നില്ല? എന്തായാലും ഈ കേസിൽ പ്രതിയെയും ഈ ഏജൻസിയെയും വെളുപ്പിച്ചെടുക്കാൻ വലിയ രീതിയിലുള്ള സമാന്തര ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് മറ്റൊരു കേരള സ്റ്റോറിയായി മാറാതിരിക്കാൻ അവർക്ക് വലിയ ജാഗ്രതയുണ്ട്. കേരള സ്റ്റോറി ഇങ്ങനെയല്ലല്ലോ. ഇതേ സംഭവം എവിടെയെങ്കിലും ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിലോ ആണ് നടന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇന്ന് കേരളത്തിലെ ചാനൽ ചർച്ചകൾ എന്തിനെക്കുറിച്ച് ആകുമായിരുന്നു? പ്രൈം ടൈം ഡിബേറ്റുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും മണിക്കൂറുകളോളം ചർച്ച നടക്കില്ലേ? എന്നാൽ ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടി വിദേശത്ത് ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും അതിന് പിന്നിൽ മതപരിവർത്തന ശ്രമങ്ങളുണ്ടെന്ന് കുടുംബം ആരോപിച്ചിട്ടും മാധ്യമങ്ങൾ വായ മൂടിക്കെട്ടിയിരിക്കുന്നു. ഞങ്ങളൊന്നും കണ്ടില്ലേ രാമനാരായണ.
സത്യം പുറത്തു വന്നാൽ അത് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെയും വോട്ട് ബാങ്കിനെയും ഒക്കെ ബാധിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. മതം മാറാനും പറ്റും. അതിനെ ആരും ചോദ്യം ചെയ്യില്ല. എന്നാൽ പ്രണയം നടിച്ചോ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിലാക്കിയോ നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങൾ, ഫോഴ്സ്ഡ് കൺവേർഷൻസ് വെച്ച് പൊറുപ്പിക്കാനാകില്ല. അത്തരം ലോബികൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിനെ വർഗീയത എന്നും വിളിച്ച് നേരിടാനാണ് ചിലർ ശ്രമിക്കുന്നത്. ശശികല ടീച്ചറെ പോലെയുള്ളവരൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് വിശകല എന്ന ലേബലൊക്കെ ഒട്ടിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇവിടെയുള്ള സൈബർ വിങ്ങുകളൊക്കെ ശ്രമിക്കുന്നത്. നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അവർ. സബരിയ ബസന്തിന്റെ മരണം എന്തായാലും കേവലം ഒരു ക്രൂരമായ കൊലപാതകം മാത്രമല്ല. അത് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ മറവിൽ നടക്കുന്ന ഹിഡൻ അജണ്ടകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സ്വന്തം കുടുംബത്തിന് നേരെ ഇത്തരമൊരു വിപത്ത് വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഈ കേസിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രതിയുടെ കുടുംബത്തിന്റെ ഇടപെടലുകൾ, യൂണിവേഴ്സിറ്റി ഫോൺ പിടിച്ചുവെച്ച സാഹചര്യം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഡ്മിഷൻ ഏജൻസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇന്ത്യൻ എംബസിയും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ തീർച്ചയായും നടത്തണം. സബരിയ ബസന്തിന് നീതി ലഭിച്ചേ മതിയാകൂ. ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളിൽ ഇനിയും മാധ്യമങ്ങൾ മൗനം പാലിച്ച സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആ കുട്ടിക്ക് നീതി കിട്ടണം.